നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷയം രേണു സുധി. കാണാൻ ഇഷ്ടമുള്ളവർ കാണുക. എൻ്റെ ഇതിനകത്ത് വന്ന് കമന്റിൽ വന്ന് എന്നെ പൊങ്കാലയിടരുത്. ഞാൻ രേണുവിൻ സുധി പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശമുണ്ട്. അതേ കണക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു, നിങ്ങൾ കമന്റിൽ വന്ന് പറയുന്നു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. കമന്റിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിലാണല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. രേണുവിനെ കാണാനായിട്ട് രേണുവിന്റെ ബിഗ് ബോസ് സുഹൃത്തുക്കളായിട്ടുള്ള അനുമോളും കൂട്ടരും എത്തി. എങ്ങനെയാണ് വന്നതെന്ന് അറിയണ്ടേ? ആദ്യം അനുമോള് പറയുന്നത് കേൾക്കൂ, എന്നിട്ട് നമുക്ക് പറയാം. ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരി കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ബിഗ് ബോസിന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പോയി. അത് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ ആദില നൂറയൊക്കെ. അപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു സമയം നോക്കി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്തൊക്കെ ഇച്ചിരി മോശമാണ്, പിന്നെ ഓക്കെ ആയി. അതെ, രേണു സുധി വിളിച്ചിട്ടാണ് ബിഗ് ബോസിലുള്ള നമ്മുടെ അനുമോളും കൂട്ടരും രേണുവിനെ കാണാനായിട്ട് എത്തിയത്. അവള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം രേണുവിനെ വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നതെന്ന്. അപ്പം രേണുവും അനുമോളും തമ്മിലൊന്നും വലിയ ടൂണിങ്ങിലൊന്നും അല്ല. അപ്പോൾ ഇപ്പോ രേണു അനുമോളെ വിളിച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങൾ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം, എനിക്ക് ഇത്ര സുഖമില്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ, ഓക്കെ, നമ്മളെ ഒരു സുഖമില്ലാത്ത ഒരു മനുഷ്യൻ വിളിച്ചിട്ട് പറയാണ് നിങ്ങളെ ഒന്ന് കാണണം, ഒന്ന് വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശത്രുക്കളായാൽ കൂടി തന്നെ നമ്മൾ അവരെ പോയെന്ന് കാണും. അതേ കണക്ക് അനുമോള് രേണുവിനെ കാണാൻ പോയതാണ്. രേണു ഇവരെയൊക്കെ വിളിച്ച് അനുമോളെ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, ഒന്ന് സോഷ്യൽ മീഡിയയിലുള്ള പല ആൾക്കാരെയും, അതായത് സുധിയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള പല ആൾക്കാരെയും രേണു വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളൊന്ന് വരണമെന്ന് പറഞ്ഞ്. ഇങ്ങേറ്റ സീമാജി നായർ വരെ പോയി കണ്ടു. അപ്പൊ ഇവരെല്ലാവരും രേണുവിനെ കാണാൻ പോകുമ്പോ വെറും കൈയോടെ ആരും പോവില്ല അല്ലേ? കാരണം ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെല്ലാവരും രേണുവിനെ കാണാൻ പോകുമ്പോൾ, അതായത് രേണുവിന്റെ അവസ്ഥ ഇപ്പോ വളരെ മോശമാണെന്നല്ലേ പറയുന്നത്. അതായത് രേണുവിന് ഇപ്പോ ഷോസ് ഇല്ല, ആൽബംസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ രേണുവിനെ കാണാൻ പോകുമ്പോൾ എല്ലാവരും പൈസ കൊടുത്ത് സഹായിക്കും. അപ്പൊ രേണുവിന്റെ ഇന്റൻഷൻ എന്താണ്? പൈസ. രേണുവിന് അറിയാം, ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും വരുമ്പോ ആരും കൈയും വീശി വരത്തില്ല, പൈസ കൊടുക്കും. അപ്പൊ രേണുവിനെ സഹായിക്കാനായിട്ട് എല്ലാവരും പൈസ കൊടുത്തിട്ട് പോയി. അപ്പൊ രേണുവിന്റെ ഉദ്ദേശം എന്താണ്? പൈസ. നമ്മുടെ കിച്ചു തന്നെ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷനിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടരുത് എന്ന് പറഞ്ഞപ്പോൾ രേണു എന്താ പറഞ്ഞത്? ഞാൻ വീഡിയോകൾ ഇടുന്നു, അത് എനിക്ക് പൈസ വേണം, എനിക്ക് പൈസ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. രേണുവിന് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ പൈസ. മാനം വിറ്റിട്ടായാലും കുഴപ്പമില്ല, പൈസ കിട്ടണം. ഇപ്പൊ തന്നെ ഒന്നും മിണ്ടാതെയും അടുപ്പവും ഒന്നും ഇല്ലാത്ത സോഷ്യൽ മീഡിയയിൽ കുറച്ച് താരങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്ത് കാണാൻ വരണം, എന്നെ കാണാൻ വരൂ എന്ന് പറയുന്നത് എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടിയിട്ട്. അനുമോള് തന്നെ പറഞ്ഞില്ലേ, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് രേണുവായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു, ഞാൻ ഫോൺ വിളിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല എന്നൊക്കെ. അപ്പൊ ഇപ്പോ രേണുവിന്റെ ടാർഗറ്റ് ഇതാണ്, എല്ലാവരും ഫോൺ ചെയ്ത് വിളിക്കുക എന്നുള്ളത് അല്ലേ? കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നതുകൊണ്ട്, പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഇതിലാണ് പുള്ളിക്കാരി ഒരു വീഡിയോ ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോണ്ട്, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കും. ഡോക്ടേഴ്സ് ഒക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ നിർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് രേണു സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുമോ? രേണുവിന്റെ ഡോക്ടർ വരെ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ അധികം ഇത് ചെയ്യരുത്, ഫോൺ എടുക്കരുത്, സോഷ്യൽ മീഡിയയിൽ നിന്നും ദൂരെ നിൽക്കൂ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ദൂരെ നിൽക്കൂ, ഈ വീഡിയോകൾ ഇങ്ങനെ കണ്ട് ഡിപ്രഷൻ ആവണ്ട. അനുമോള് തന്നെ പറയുന്നു ഡിപ്രഷനിലാണെന്ന്. അതായത് ഈ വീഡിയോകൾ കണ്ടുപിടുത്തും ഡിപ്രഷൻ ആവണ്ട, ഫോൺ ദൂരെ വെക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. കാരണം എന്താണ്? രേണുവിന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതായത് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ രേണുവിന് നിറഞ്ഞു നിൽക്കണം. ഇൻസ്റ്റാഗ്രാമിൽ എന്തോരം റീൽസാ ഒരു ദിവസം ഇടുന്ന, റീൽസ് ആയിട്ടായാലും സ്റ്റോറി ആയിട്ടായാലും ഒക്കെ. ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞ ഒരാള് സമാധാനപരമായിട്ട് മനസ്സിന് സന്തോഷം കിട്ടത്തക്ക രീതിയിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടതിന് പകരമായിട്ട് വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് രേണു പൊക്കോണ്ടിരിക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ശരിയാണോ? അല്ല. രേണു വിചാരിക്കണം രേണുവിന്റെ ശരീരത്തിന് ഇപ്പൊ സുഖമില്ല, അപ്പൊ ആദ്യം രേണുവിന്റെ അസുഖം മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് എന്താണ്, കുറച്ച് നാൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊന്ന് മാറി നിന്നിട്ട് എനിക്ക് എന്റെ സമാധാനമായിട്ടിരിക്കണം എന്ന് വിചാരിക്കാതെ രേണു ഇൻസ്റ്റാഗ്രാമിൽ ദിവസവും 7-8 സ്റ്റോറീസും റീൽസും ഇങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കുവാണ്. രേണു പറയുന്നത് എന്താ? പൈസ വേണമെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ രേണുവിന് ഇപ്പൊ കുറച്ച് നാളല്ലേ പ്രോഗ്രാം ഒന്നും ഉണ്ടാവാതിരുന്നത്? അതിനു മുന്നേ രേണുവിന് എന്തുമാത്രം അതായത് ഉദ്ഘാടനങ്ങളായാലും ആൽബം ഷൂട്ടായാലും അങ്ങ് ഗൾഫിൽ വരെ പോയിട്ട് ഉദ്ഘാടിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പൈസ ഉണ്ടാവില്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, ആ സമയത്തൊക്കെ ആർഭാട ജീവിതമാണല്ലോ. രേണുവിന്റെ മുടി എക്സ്റ്റൻഷൻ വെക്കാനായിട്ടായാലും മുടിയിൽ സോഫ്റ്റും അത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം പൈസയാ മുടക്കിയത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുവിന്റെ പല്ലിന് വേണ്ടിയിട്ട് രേണു എന്തോരം പൈസ മുടക്കിയത്. പല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, രേണു 2-3 ദിവസം മുന്നേ കിടന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടത്, അതിനകത്ത് രേണുവിന്റെ പല്ല് മുഴുവൻ കറുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ
ബുഡ്കയും ഓരോന്നൊക്കെ കഴിച്ചിട്ട് പല്ലിങ്ങനെ ഇരിക്കത്തില്ലേ, അത് കണക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. രേണു കുറച്ച് നാൾ മുന്നേ കുറെ പൈസ മുടക്കിയിട്ട് രേണുവിന്റെ പല്ലിന് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തില്ലേ. അപ്പൊ അതൊക്കെ അതിന്റെ ഫലമായിട്ടാണോ ഇങ്ങനെയാണോ ആ ട്രീറ്റ്മെന്റ് ഇത്രയും പൈസ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണോ രേണുവിന് ഈ കറുത്ത പല്ലുകളും ഒക്കെ കിട്ടിയത്? പക്ഷേ പിന്നീടുള്ള വീഡിയോകളിൽ, അതായത് ഈ സ്റ്റോറി റീൽസ് ഒക്കെ ഇടത്തില്ലേ, വന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ടും അത് ചെയ്ത് ഇതൊക്കെ റീൽസ് ഒക്കെ ഇടുന്നത്, അതിനകത്തുനിന്ന് രേണുവിന്റെ പല്ല് കറുത്തിരിക്കുന്നില്ലല്ലോ. അതെന്താണ് കാര്യം? എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതോ ഇനി കീമോ ഒക്കെ ചെയ്യുമ്പോഴത്തേന് പല്ലൊക്കെ കറക്കുവോ എന്തോ, എനിക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിക്ക് രണ്ടുമൂന്ന് കമന്റുകളും വന്നായിരുന്നു. അതേ കണക്ക് അന്നേരം ഞാനത് ശ്രദ്ധിച്ചത്. ശരിയാണല്ലോ, രേണുവിന്റെ പല്ലുകളെല്ലാം കാർത്തിരിക്കുന്നല്ലോ എന്ന് ഞാൻ അന്നേരം മനസ്സിലാക്കിയത്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, രേണു പറയുന്നുണ്ട് ഈ ഒരു അസുഖം കുഞ്ഞിലേ തൊട്ടേ ഉണ്ട്, അന്ന് തൊട്ടേ രേണുവിന് അറിയാമെന്ന്. അപ്പൊ രേണു സുധി മരിച്ചു കഴിഞ്ഞതിന് ശേഷം വളരെ സാമ്പത്തികപരമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് രേണു സോഷ്യൽ മീഡിയയിൽ വന്നു, നെഗറ്റിവിറ്റിയിലൂടെ ഫേമസ് ആയി. പിന്നെ രേണുവിന് ആൽബങ്ങളായാലും, രേണു നാടകത്തിൽ അഭിനയിക്കാൻ പോകുമായിരുന്നു. അത് കണക്ക് പിന്നെ ഇനോഗ്രേഷൻ ആയാലും ഉദ്ഘാടനങ്ങളായാലും ഇഷ്ടംപോലെ രേണുവിന് പൈസ ആയിരുന്നു. പിന്നെ സബ്സ്ക്രിപ്ഷനിലൂടെ കോടികളാണ് കിട്ടിയെന്നാണ് രേണു തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പൈസയൊക്കെ രേണുവിന് ഇപ്പൊ ട്രീറ്റ്മെന്റ് ഉപയോഗിച്ചുകൂടെ? ഒരു പൈസ ഇല്ലാത്ത സാധാരണക്കാർ, പാവങ്ങൾ വരെ ഈ ഒരു അസുഖം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. അപ്പൊ രേണുവിന് ഇത്ര കോടികൾ വരുമാനം ഉണ്ടായിരുന്നു എന്ന് രേണു തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ പൈസയൊക്കെ എവിടെ പോയി? അന്നത്തെ ആർഭാടപരമായ ജീവിതം. രേണുവിന് ചെറുതിലെ തൊട്ടേ ഈ അസുഖം ഉണ്ടെന്ന് അറിയാമായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് രേണു ഇത്ര ആർഭാടപരമായിട്ട് ജീവിതം നയിച്ചത്? പല്ലിനും തലമുടിക്കും സ്കിന്നിനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത്രത്തോളം പൈസ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആ കാര്യം എന്തായിരുന്നു? ഈ പൈസ എല്ലാം ചേർത്ത് വെച്ചിട്ട് രേണുവിന്റെ അസുഖം മാറ്റാനായിട്ട്, ഇപ്പോൾ ഈ ക്യാൻസർ എന്നുള്ള അസുഖം മാറ്റാനായിട്ട് രേണുവിന് ആ പൈസ ഉപയോഗിച്ചുകൂടായിരുന്നോ? അതില്ലാതെ രേണുവിന് ഇപ്പൊ എല്ലാവരുടെ മുന്നിലും കൈ നീട്ടാനും പിന്നെ എന്നെ സഹായിക്കണം. അപ്പൊ പുതിയ റീൽസ് വന്നിട്ടുണ്ട്. രേണു പറയുന്നുണ്ട്, എന്നെ ഇപ്പൊ ഇനോഗ്രേഷനോ ഉദ്ഘാടനത്തിനൊന്നും ആരും വിളിക്കുന്നില്ല, അതുകൊണ്ട് എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേണുവിന്റെ പുതിയൊരു റീൽ വന്നിട്ടുണ്ട്. നാണമില്ലേ രേണു ഇപ്പോഴും ഇങ്ങനെ മനുഷ്യരുടെ മുന്നിൽ പൈസ ആയിരുന്നു മേടിക്കാനായിട്ട്? നിനക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാമുകളും ഇഷ്ടംപോലെ പൈസയും, അതായത് സബ്സ്ക്രിപ്ഷനിലൂടെ കോടികളാണ് നിനക്ക് കിട്ടിയെന്ന് നീ തന്നെ വന്നിട്ട് വീഡിയോയിലോ പറഞ്ഞിട്ടുണ്ട്. ആ പൈസയൊക്കെ പോരെ? ആ പൈസ വെച്ചിട്ട് നിന്റെ ട്രീറ്റ്മെന്റ് ചെയ്താൽ പോരെ? പിന്നെ ഒരു കാര്യമുണ്ട്, അന്നൊക്കെ ആർഭാട ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അപ്പൊ ആ പൈസ തീർന്നിട്ടുണ്ടാവും. ഇപ്പൊ എന്നിട്ട് മനുഷ്യരോട് ഇരക്കുന്നത് ആരും കൊടുക്കരുത്, ഞാനതാ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പൈസ ഉണ്ടായിട്ടുണ്ട്. പൈസ ഇല്ലാതെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് നിങ്ങൾ സഹായിക്കും നിങ്ങളുടെ പൈസ. അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കള്ളത്തരങ്ങളും ഇങ്ങനെയുള്ള റീൽസും ഇട്ട് മനുഷ്യനെ പറ്റിച്ചും ഒക്കെ ജീവിക്കുന്ന ഇവർക്ക് വേണ്ടിയല്ല സഹായിക്കേണ്ടത്. ഒരുപാട് ആൾക്കാർ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭാഗ്യമില്ലാതെയും ഈ ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്യണം. അല്ലാതെ ഈ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല സഹായിക്കേണ്ടത്. ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലും പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവർ ആർഭാട ജീവിതം നയിച്ച് അത് നശിപ്പിച്ചതുകൊണ്ടല്ലേ. പിന്നെ എന്തിനാണ് നമ്മളെ കണക്കുള്ള സാധാരണക്കാർ ഇവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നത്? ഞാൻ ചോദിച്ചത് ശരിയല്ലേ? ഇപ്പൊ അനുമോളെ വിളിച്ചേക്കുന്നു, അതേ കണക്ക് ഇവർക്ക് വിളിക്കാനും സഹായം ചോദിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ആർഭാട ജീവിതം നയിക്കാത്തതും ആരോടും സഹായം ചോദിക്കാനോ ഒന്നിനും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയൂ.